നാം എപ്പോഴാണ് ദൈവത്തിൻ്റെതായി മാറുന്നത്? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ നാം വസിക്കുമ്പോൾ, നമ്മുടെ ഉള്ളിൽ വസിക്കുവാൻ ഇടം കൊടുക്കുമ്പോൾ നാം എന്തായി മാറുന്നു? ദൈവപുത്രനായി മാറുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിനുള്ളതാണ്. ചിലർ കർത്താവിൻ്റെ അടുത്ത് പോയി പറയുകയാണ്, ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, രോഗികളെ സൗഖ്യമാക്കി, നിന്നോടൊപ്പം ഞങ്ങൾ തിന്നു കുടിച്ചു, ഓക്കെ, നീ ഞങ്ങളുടെ തെരുക്കളിൽ പഠിപ്പിച്ചു. കർത്താവ് പറയുകയാണ്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. എന്ത് റീസൺ എന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ ഉള്ളിൽ വസിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ശരീരങ്ങളിൽ അനുഭവപ്പെട്ടേക്കാം, പലവിധമായ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം, ദർശനങ്ങൾ കിട്ടിയേക്കാം, പലവിധമായ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നാം അനുഭവിച്ചേക്കാം. അതെല്ലാം എന്താണെന്നറിയാമോ? പരിവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ്. വെള്ളത്തിന്മേൽ പരിവർത്തിച്ചതുപോലെ ദൈവമക്കൾ ഒന്നു ചേർന്ന് ദൈവത്തെ ആരാധിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുന്നു.